പക്ഷേ റാഡിക്കൽ ഇസ്ലാമിനെ ഭയന്ന തസ്ലീമ നസ്രീന് അവർ ലജ്ജ എന്ന നോവൽ എഴുതിപ്പോയത് കൊണ്ട് ഇവിടെ ഇന്ത്യയിൽ പ്രവേശനം അനുവദിക്കാതിരുന്നപ്പോൾ ഒരു അക്ഷരവും ഉണ്ടായിരുന്നു CPM. അതുപോലെ ഹൈദരാബാദിലെ പ്രസ് ക്ലബിൽ ഈ ലജ്ജയുടെ പേരിൽ ഇന്ത്യയെ ലജ്ജിപ്പിക്കും വിധം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, റാഡിക്കലുകൾ അവരെ ശാരീരികമായിട്ട് ഭൗതികമായിട്ട് ആക്രമിച്ചപ്പോഴും CPM ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ നിയമസഭ ലൈബ്രറി പുസ്തകോത്സവത്തിന് അവരെ വിളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തസ്ലീമ നസ്രീൻ പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രസക്തമായിട്ടുള്ളതും നമ്മുടെ ചിന്ത ആവശ്യപ്പെടുന്നതുമാണ്. മതം സത്യത്തെയും സമത്വത്തെയും അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം, മതം ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല, മതഗ്രന്ഥങ്ങളും ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ മതങ്ങളുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാകണമെന്നാണ് യുക്തിരേഖയുടെ, അതായത് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രസക്തമായിട്ടൊരു കാര്യമല്ലേ. അതിന്റെ പ്രസക്തിയെക്കുറിച്ച് പരിശോധിക്കുന്നതിനേക്കാളേറെ എനിക്ക് തസ്ലീമ നസ്രീൻ എന്ന എഴുത്തുകാരിയെ കുറിച്ച് വലിയ മതിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത് പലപ്പോഴും നല്ല എഴുത്തുകാർക്കല്ല. ഉദാഹരണം സാറ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൽമാൻ റുഷ്ദിയുടെ ഏതെങ്കിലും പുസ്തകങ്ങൾ സാറ് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളപ്പോ അതെ, മിഡ് നൈറ്റ് ചിൽഡ്രൻ ആയാലും സാത്താനിക് വേഴ്സസ് ആയാലും ഞാൻ വായിച്ചിട്ടുള്ള, എന്റെ വായനയുടെ പരിമിതി ഉണ്ടാവാം, ഞാൻ വായിച്ചിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ചവറെന്ന് വിളിക്കാവുന്ന നിലവാരത്തിലുള്ള സാധനങ്ങളാണ്. പുസ്തകങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഭാവുകത്വത്തെ ഉണർത്തുന്ന ഒന്നും സൽമാൻ റുഷ്ദിക്ക് സംഭാവന ചെയ്യാനില്ല. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പ്രശസ്തിയിലേക്ക് ഉയർത്തിയതും അദ്ദേഹത്തെ കോടീശ്വരനാക്കിയതും ഒക്കെ ആയത്തുള്ള ഖുമൈനിയാണ്. ഭീകരവാദികൾ ഇത്തരക്കാരെ വളർത്തും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വധഭീഷണിയാണ്, ഒരു ഫത്വയാണ് അദ്ദേഹത്തെ. ഇപ്പൊ ലജ്ജ വായിച്ച ഒരാൾക്കും, അതും പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വായനക്കാരന്, ഈ ലജ്ജയേക്കാൾ എത്രയോ മികച്ച സൃഷ്ടികൾ ഇന്ത്യയിലെ ഒട്ടേറെ ഭാഷകളിൽ, ഇപ്പൊ സാദാത്ത് ഹസൻ മൻറോയെ വായിച്ചവർ, റുഖിയ ഷക്കാവത്ത് ഹുസൈനെ വായിച്ചവര്, ഒന്നും വേണ്ട, ബാനു മുഷ്താഖിനെ വായിച്ച ഒരു ഇന്ത്യക്കാരൻ, ബാനു മുഷ്താഖ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവർക്കാണ് ബുക്കർ പ്രൈസ്. അങ്ങനെ വായിച്ചവർക്കൊന്നും തസ്ലീമ നസ്രീൻ എഴുത്തുകാരിയായിട്ട് പോലും അംഗീകരിക്കാനില്ല. പക്ഷേ തസ്ലീമ നസ്രീനെ നമ്മൾ ആദരിക്കുന്നത് അവർക്ക് എത്ര മോശമായിട്ടായാലും അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതാൻ അവകാശമുണ്ട്, പറയാൻ അവകാശമുണ്ട്. അതിനെതിരായി നിൽക്കുന്ന മതമൗലികവാദ ശക്തികൾക്ക് അവരെ എതിർക്കുന്നതിന് ഒരു ന്യായവുമില്ല, അവരെ എതിർക്കുന്നതിൽ അർത്ഥവുമില്ല. മാത്രമല്ല അവരുടെ എതിർപ്പുകൾ സർഗാത്മകമല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇപ്പൊ അവര് മതത്തിനെതിരെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു പലപ്പോഴും മതത്തിനെതിരെ ഉപരിപ്ലവമായ വലിയ വിമർശനങ്ങൾ മതങ്ങൾക്കെതിരെ ഉയർത്തുന്നവർ മതത്തെ ആഴത്തിൽ കണ്ടവരും പഠിച്ചവരും അല്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, മതം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആയി തീർന്ന ശക്തികൾ എപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി തീരുമ്പോൾ അതൊരു സ്ഥാപനം, ആ സ്ഥാപനം ആത്മീയതക്കെതിരാണ്. ആത്മീയത, സ്പിരിച്വാലിറ്റി ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ മതത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആത്മീയതയ്ക്കും ദൈവസങ്കല്പത്തിനും എതിരാവണമെന്നില്ല. ഇപ്പോ മതം സത്യത്തിനെതിരാണെന്നാണല്ലോ അവർ പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ സത്യമാണ് എന്റെ ദൈവം എന്ന് വിശ്വസിച്ച എത്ര ആത്മീയവാദികളുണ്ട് ഭൂമിയിൽ? അവരെങ്ങനെ കാണും? ദൈവത്തെ കച്ചവടച്ചരക്കാക്കുന്ന മതസ്ഥാപനങ്ങളെയാണ് അവർ വിമർശിക്കുന്നതെങ്കിൽ ശരി. അതല്ല, ദൈവത്തെ വിശുദ്ധമായ ഒരു കരുത്താക്കി ആത്മീയമായ ശക്തിയാക്കി ആരാധിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു അവരോടൊന്നും സംവദിക്കാനുള്ള ആത്മീയമായ ശേഷി ഇല്ലാത്തവരാണ് പലപ്പോഴും ഈ മതവിമർശനത്തിലൂടെ പ്രശസ്തിയും പേരും പണവും ഒക്കെ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തസ്ലീമ നസ്രീനെയും ഇദ്ദേഹത്തെയും സൽമാൻ റുഷ്ദിയെയും ഒക്കെ ഒരു ഗണത്തിലേ പെടുത്താറുള്ളൂ. ഞാൻ ഇടപെട്ടുകൊണ്ട് പറയും, നമ്മൾ അവരുടെ സാഹിത്യ ഗുണത്തെക്കുറിച്ച് നമ്മൾ അതിനെ വിട്ടേക്കുക, സാഹിത്യ ഗുണമാണ്. പക്ഷെ അവരെ ആവിഷ്കരിച്ചിരിക്കുന്ന നമ്മുടെ മതങ്ങളുടെ ഈ കടുംപിടുത്തം, മതങ്ങള് കൊല വെറിയുമായിട്ട് അന്യമതക്കാരെ കൊല്ലുമ്പോൾ അത് ലജ്ജാവഹമാണെന്നാണ് ലജ്ജയിൽ കൂടെ അവർ നൽകുന്ന സന്ദേശം. ആ സന്ദേശങ്ങൾ സാത്താനിക് വേഴ്സസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. ആ മതമൈത്രിക്ക് വേണ്ടി ശ്രമിച്ച ഒരാളാണ് പിന്നെ തസ്ലീമ നസ്രീൻ. അപ്പൊ അങ്ങനെ ഒരാളിനെ നമ്മൾ ഇന്ത്യയിൽ പ്രവേശനം കൊടുത്തില്ല. അവരുടെ സാഹിത്യ ഗുണത്തെക്കുറിച്ച് നമ്മുടെ ചർച്ചാ വിഷയമല്ല.
അവർ പക്ഷെ ആ സന്ദേശത്തിന്റെ പേരിൽ അവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് തികച്ചും അല്ല, ലജ്ജാവഹം. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് അതാണ് സാർ ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ. ഇപ്പൊ സമാധാനത്തിന് വേണ്ടി ആര് ശബ്ദിച്ചാലും അവരെ ശബ്ദം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും അഗ്രസീവായി പോകുന്നതിന്റെ, ഇപ്പോ മനുഷ്യനെ സമഭാവനയോടുകൂടി കാണേണ്ടതിന് പകരം നമ്മളെ വെറുക്കുന്നവനെയും, അങ്ങനെയാണല്ലോ, സ്നേഹിക്കുണ്ണി നീ നിന്നെ ദ്വേഷിക്കുന്ന ജനത്തെയും, അതാണ് മതം, അതാണ് ആത്മീയത, അതാണ് കവിത, അതാണ് സാഹിത്യം. അതിന് പകരം ഈ വിവരക്കേട് കൊണ്ടോ അന്യായം കൊണ്ടോ തെറ്റ് കാണിക്കുന്നവനെ കൂടുതൽ അഗ്രസീവ് ആകുന്ന മട്ടിൽ പ്രതികരിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പെരുമാറുന്ന എഴുത്തുകാരോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, അത് അവരുടെ രീതിയാണെന്ന് കൂട്ടിയാൽ മതി. പക്ഷെ അവരെ ആക്രമിക്കാൻ പോവുക, അവർക്ക് നേരെ വധഭീഷണി ഉയർത്തുക, അതൊക്കെ ചെയ്യുന്നത് ഹീനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സാഹിത്യ ഗുണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്തരം മതമൗലികവാദികളാണെന്നാണ് ഞാൻ പറയുന്നത് പലപ്പോഴും. ഇനി ഒടുവിലത്തെ പ്രശ്നം എടുത്തോളൂ. ഇവര് കേരള നിയമസഭയുടെ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തല്ലോ. ഇപ്പോഴത്തെ ഈ കൊല്ലത്തെ നിയമസഭാ പ്രദർശനത്തിൽ, നിയമസഭാ പുസ്തകോത്സവം തസ്ലീമ നസ്രീനെ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ വല്ല പൊളിറ്റിക്സ് ഉണ്ടോ? അതും പരിശോധിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന, AK ബാലന്റെ പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി, മാറാട് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന്റെ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായ ഒരു പ്രചാരണത്തിന്റെ വലിയൊരു സന്ദർഭം നിലനിൽക്കുന്ന അവസരമാണ്. ഈ സമയത്ത് ബംഗ്ലാദേശിലെ എന്നല്ല ഇന്ത്യയിലെയും മതതീവ്രവാദികൾ ആക്രമിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്, മതമൗലികവാദികൾ ആക്രമിച്ചിട്ടുള്ള ഒരാളാണ് തസ്ലീമ നസ്രീൻ. അവരെ വീണ്ടും പ്രകോപിപ്പിക്കാൻ തസ്ലീമ നസ്രീനെ കേരളത്തിലെ നിയമസഭാ പുസ്തകോത്സവത്തിന് കൊണ്ടുവരാൻ ഞാൻ ആരെ കൊണ്ടുവരുന്നതിനും എതിരല്ല. പക്ഷെ നിയമസഭാ പുസ്തകോത്സവത്തിന് കൊണ്ടുവരുമ്പോൾ പുസ്തകോത്സവമായതുകൊണ്ടും കേരളം പോലെ സാഹിത്യത്തിന്റെ സർഗാത്മക ശേഷി വളരെ കൂടിയ ഒരു സംസ്ഥാനമായതുകൊണ്ടും എപ്പോഴും നിലവാരമുള്ള എഴുത്തുകാരെ കൊണ്ടുവരുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ചർച്ച ചെയ്യണം. തസ്ലീമ നസ്രീനെ എഴുന്നള്ളിക്കുകയും തസ്ലീമ നസ്രീനെ വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു നിയമസഭാ പുസ്തകോത്സവം ഈ വർഷം നടക്കുമ്പോൾ വളരെ കൃത്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ്. അതിന്റെ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന്റെ പിന്നിൽ ഭൂരിപക്ഷ വർഗീയതയെ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിലൂടെ, ന്യൂനപക്ഷ വിമർശനത്തിലൂടെ, ന്യൂനപക്ഷത്തെ ആക്രമിച്ചുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാക്കുകയും അതിന് ബദലായി ഒരു ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ടല്ലോ. അതിന് ഉപോത്ബലകമാണ് ഈ നമ്മൾ ആ രാഷ്ട്രീയം കേരളത്തിലേക്ക് പരിമിതപ്പെടുത്തി പരിശോധിച്ചാൽ, നേരത്തെ ഭൂരിപക്ഷ സമുദായ വർഗീയതയെ അല്ലെങ്കിൽ അവരുടെ മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ഷണങ്ങളാണ് ഈ ഗവൺമെന്റ് തന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുന്നു. അവരുടെ പോളിസിയുടെ വലിയ ട്വിസ്റ്റാണ് ഭാഗമായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥയിൽ അവിടെ മതവെറി, അതുപോലെ തന്നെ മതം പണം വിടർത്താടുമ്പോൾ തീർച്ചയായിട്ടും തസ്ലീമ നസ്രീന് ഒരു പ്രസക്തിയുണ്ട്. ഒരു സാമൂഹിക നിരീക്ഷക എന്നുള്ളത്, ഞാൻ സാഹിത്യകാരി എന്നുള്ളത് പറയുന്നതിൽ ഒരു നമ്മുടെ ജേർണലിസമായിട്ടെങ്കിലും കണക്കാക്കാമല്ലോ എന്നുള്ള പുസ്തകം, അത് കണക്കാക്കാമല്ലോ. അങ്ങനെ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രസക്തിയുണ്ട്. ബംഗ്ലാദേശിലെ ഈ മതമൗലികവാദ തരംഗത്തിനിടയിലും അവര് ധൈര്യമായിട്ട്, ഒരു സ്ത്രീ ആയിട്ടും അവർ ധൈര്യമായിട്ട് ഇതിനെ എതിർക്കാൻ ഒരു വിരൽ ചൂണ്ടിയില്ലേ? ആരാണ് അവിടെ ചൂണ്ടുന്നത്? വേറെ ആരും ചൂണ്ടുന്നില്ല എന്നുള്ളതാണ്. അവർ വാക്കുകൊണ്ട് ആരും എതിർക്കാത്ത ഒന്നിനെ അവർക്ക് എതിർക്കാൻ ഒരു തൻ്റെ ഇടം ഇപ്പോഴും ഉണ്ട്. അവരത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ തൻ്റെ ഇടത്തിന്റെയും വീര്യത്തിന്റെയും ഒരു അംശമായിട്ട് നമുക്ക്, ഞാൻ അതിനൊട്ടും കുറച്ച് കാണുന്നില്ല അവരെ. ഞാൻ പറയുന്നത് let us call her an activist. അത് മതി, നോവലിസ്റ്റ് എന്ന് പറയണ്ട. അതാണ് പ്രശ്നം. എന്റെ പ്രശ്നം അവിടെയാണ്. ഞാനൊരു വായനക്കാരൻ എന്ന നിലയിൽ കലഹിക്കുന്ന ആ വിഷയത്തോടാണ്. അവരെ ലോകത്തിലെ വലിയ സാഹിത്യകാരി എന്ന് വിളിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സാഹിത്യം എന്താണെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്താ സംശയമുള്ളത്. ഇപ്പൊ സംഘപരിവാറിനെതിരായി വലിയ ധീരമായ മുന്നേറ്റം നടത്തുന്ന എത്ര ആക്ടിവിസ്റ്റുകളുണ്ട്. അതിന്റെ പേരിൽ കൊല്ലപ്പെട്ട എന്താണ് അവരുടെ പേരെന്തായിരുന്നു? കർണാടകയിൽ മരിച്ചു പോയല്ലോ, ലങ്കേഷ് ഉണ്ട്. അതെ, ലങ്കേഷ്. അവസാനം വരുന്നത് ലങ്കേഷ്. ആദ്യത്തെ പേര് ലങ്കേഷ് അവരുടെ അച്ഛന്റെ പേരാണ്. അത് വിടാം. ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് അത്തരം ആക്ടിവിസ്റ്റുകൾ. ആരും മോശമല്ലല്ലോ.
അപ്പൊ ഇവിടെ BJP-ക്കെതിരായി RSS-നെതിരായി വലിയ പോരാട്ടം നടത്തുന്ന ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വലിയ പോരാട്ടം നടത്തുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. നമ്മൾ ആരെയും മേധാ പട്കറെ നമ്മൾ കുറച്ച് കാണുന്നില്ല, തീർച്ചയായിട്ടും തീസ്ത സെത്തൽവാദിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. അവരെ ആക്ടിവിസ്റ്റുകൾ എന്ന നിലയിൽ നമ്മൾ ആദരിക്കണം. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സാറിന് പറഞ്ഞുതരാം. അതായത് എഴുത്തുകാരി തസ്ലൈമാൻ നസ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് കിട്ടിയിരിക്കുന്നത് മാധ്യമ പുരസ്കാരമാണ്, അല്ല സാഹിത്യ പുരസ്കാരമല്ല. യുക്തിരേഖ കൊടുത്തിരിക്കുന്നത്, അത് കൊടുത്തിരിക്കുന്നത് യുക്തിരേഖയുടെ പണി വേറെയാണ്. യുക്തിരേഖ ഇവര് തിരുവനന്തപുരത്ത് വന്നപ്പോ എനിക്ക് തോന്നുന്നു കുരിപ്പുഴ ശ്രീകുമാറാണ് അദ്ദേഹം വിളിച്ചു വരുത്തിയതായിരിക്കും. അപ്പോ നിയമസഭ അവർക്ക് അതിനുള്ള പണം കാണില്ല, അവർക്ക് അതിനുള്ള ഫണ്ട് കാണില്ല. നിയമസഭാ സമ്മേളനത്തിന് വന്നപ്പോ യുക്തിരേഖ പുരസ്കാരം കൊടുത്തോട്ടെ, നല്ലതാണ്. പക്ഷേ യുക്തിരേഖ പുരസ്കാരം കൊടുക്കുമ്പോ അത് കൊടുക്കുന്നത് കുരിപ്പുഴ ശ്രീകുമാർ ആയതുകൊണ്ട് കുരിപ്പുഴ യുക്തിവാദിയാവാം. പക്ഷേ ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയും, അദ്ദേഹത്തിന്റെ കവിതകളൊന്നും യുക്തിവാദപരമല്ല. തീർച്ചയായിട്ടും നല്ല യുക്തിവാദിക്ക് നല്ല കവിയാകാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം ആർദ്രതയുടെ ആത്മീയതയുടെ ഒരു ആർദ്രത, അത് മതാതീതമായ ആത്മീയതയാവാം, പ്രകൃതിപരമായ പ്രകൃതിജന്യമായ ഒരു ആത്മീയതയുണ്ട്, ഒരു ആർദ്രതയുണ്ട്. ആ ആർദ്രത സൂക്ഷിക്കാത്ത ഒരാൾക്കും കവിയാകാൻ പറ്റില്ല, ഒരു കുരിപ്പുഴയാകാൻ പറ്റില്ല. കുരിപ്പുഴയ്ക്ക് യുക്തിവാദം എന്നത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരിക്കാം. അതിനോട് സ്നേഹപൂർവ്വം വിയോജിച്ചുകൊണ്ട് തന്നെയാണ് കുരിപ്പുഴ എന്ന കവിയെ ഞാൻ ബഹുമാനിക്കുന്നത്. തീർച്ചയായിട്ടും